ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ് വെച്ചൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് ചോറാണ്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത ചോറ് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അരഞ്ഞ് പേസ്റ്റ് ആകരുത്. വെറുതെ ചോറ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് 1-2 പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ കറക്കിയെടുത്ത ചോറിനെ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അരഞ്ഞൊന്നും പോയിട്ടില്ല. ചോറ് അവിടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള വളരെ കുഞ്ഞായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. എരിവിന് ആവശ്യമായ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതായിട്ട്. കറിവേപ്പിലേക്ക് ഒരു മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ഒന്ന് ക്രഷാക്കി എടുത്തതും പിന്നെ 1.5 ടീസ്പൂൺ മീറ്റ് മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാല കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ചിക്കൻ മസാലയും യൂസ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്ര കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്, അതുകൂടെ ചേർക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങിലേക്ക് ഉപ്പ് ചേർത്തതാണ്. ബാക്കിയുള്ള ചേരുവയിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഉപയോഗിക്കാത്തവർക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പക്ഷെ മൈദയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ബ്രെഡ് എടുത്ത് പൊടിച്ചപ്പോൾ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന എന്താ പറയുക, വലിപ്പമുള്ള ബ്രെഡാണെങ്കിൽ ഒന്ന് കുറച്ച് 1/2 കപ്പ് എടുത്താൽ മതി. ബ്രെഡിൻ്റെ പൊടി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഉരുളൻകിഴങ്ങിൻ്റെ നനവും അതുപോലെ തന്നെ ചോറിലുള്ള നനവും പിന്നെ ഉള്ളിയുടെയൊക്കെ ആ ഒരു നനവും ഒക്കെ കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളെടുക്കുന്ന ഉരുളൻകിഴങ്ങ് കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന ബ്രെഡ് ക്രംസിൻ്റെയോ അല്ലെങ്കിൽ മൈദയുടെ അളവ് കൂട്ടേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ പോരാതെ വരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി കയ്യിലൊരൽപ്പം ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വെറുതെ കളയേണ്ട ആവശ്യമില്ല. കുറച്ച് ചോറേ ഉള്ളൂ, ഇനി അത് എടുത്തു വെക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരൽപ്പം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് എടുത്ത് പൊടിച്ചപ്പോൾ ഉള്ള ബ്രെഡ് ക്രംസ് ആണ് ഇത്. ഇത്രയും ഈ ഒരു സ്നാക്കിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഈ മിക്സി നന്നായിട്ട് ഇതൊന്ന് ഈ സ്നാക്കിൻ്റെ മുകളിലേക്ക് ഈ ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പിടിക്കുന്ന കോലത്തിൽ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെയും ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറൊക്കെ അധികം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ചെരുവുകളും അതിനനുസരിച്ച് എടുത്തിട്ട് സ്നാക്ക് റെഡിയാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ചൂട് ചായക്കൊപ്പമൊക്കെ ചൂടോടെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇളക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് പതുക്കെ ഒന്നിങ്ങനെ ഉരുട്ടി തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇട്ട ഉടനെ ഇട്ട് ഇളക്കരുത്, അപ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കല്ലേ ഇത്. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാൻ. ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു പുതിന ചട്നിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഇത്. നമ്മൾ കഴിക്കുമ്പോൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നില്ല കേട്ടോ.
അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. പുറം ബ്രെഡ് ക്രംസ് ഒക്കെ ആയതുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ മുഴുവനും റെഡി ആയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഒരു ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമാണ് ഞാനിത് സെർവ് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുമ്പോൾ ഓളുന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.